സ്ത്രീകൾക്കുള്ള സൗജന്യ ബസ് യാത്രാ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകൾ ശക്തമാകുമ്പോൾ അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാടും കർണാടകയും ഇതിനകം തന്നെ സമാന പദ്ധതികൾ വിജയകരമായി നടപ്പാക്കിയ അനുഭവങ്ങളാണ് ശ്രദ്ധ നേടുന്നത്. തമിഴ്നാട്ടിൽ മുൻ മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ നേതൃത്വം നൽകിയ സർക്കാർ വിടിയൽ പായനം തിട്ടം എന്ന പേരിലാണ് പദ്ധതി നടപ്പാക്കിയത്. ഓർഡിനറി സർക്കാർ ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്കും സൗജന്യ യാത്ര അനുവദിച്ചിരുന്നു. നഗര ബസ്സുകളിലും സാധാരണ സർവീസുകളിലും പരിധിയില്ലാതെ യാത്ര ചെയ്യാം. എന്നാൽ ഡീലക്സ് ദീർഘദൂര സർവീസുകളിൽ ഈ ആനുകൂല്യം ലഭ്യമല്ല. പദ്ധതിക്കായി പ്രത്യേക രജിസ്ട്രേഷനോ ബുക്കിംഗോ ആവശ്യമില്ലെന്നതും ശ്രദ്ധേയമാണ്. സ്ത്രീകൾക്ക് ശരാശരി മാസം 888 രൂപ വരെ ലാഭിക്കാനാകുമെന്നാണ് തമിഴ്നാട് സർക്കാർ പുറത്തുവിട്ട കണക്ക്. അതേസമയം കർണാടകയിൽ 2023 ജൂണിലാണ് സ്ത്രീകൾക്കായുള്ള സൗജന്യ യാത്രാ പദ്ധതി ആരംഭിച്ചത്. സംസ്ഥാനത്ത് താമസിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും കർണാടകത്തിനുള്ളിൽ എവിടേക്കും സൗജന്യമായി യാത്ര ചെയ്യാനാകും. എന്നാൽ പ്രീമിയം ലക്ഷറി വിഭാഗത്തിൽപ്പെടാത്ത ബസ്സുകളിലാണ് ഈ സൗകര്യം ലഭിക്കുക. യാത്രക്കിടെ തിരിച്ചറിയൽ രേഖയോ ശക്തി സ്മാർട്ട് കാർഡോ കൈവശം കരുതണം. ഇരു സംസ്ഥാനങ്ങളിലുമുള്ള പദ്ധതികൾ സ്ത്രീകളുടെ ദൈനംദിന യാത്രാ ചിലവ് കുറയ്ക്കുന്നതിനൊപ്പം തൊഴിൽ, വിദ്യാഭ്യാസം, സ്വാതന്ത്ര്യ യാത്ര എന്നിവയ്ക്കും വലിയ പിന്തുണയാകുന്നുവെന്നാണ് വിലയിരുത്തൽ.